പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ മുട്ട ബജ്ജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. തന്നെയുമല്ല വളരെ ഹെൽത്തിയുമാണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഔട്ടർ കവറിങ്ങോട് കൂടിയ ഒരു മുട്ട ബജ്ജി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 5 മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും പച്ചമുളകും കരിവേപ്പിലയും അരിഞ്ഞു വയ്ക്കാം. ഒരു ചെറിയ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് എടുക്കാം. ഞാൻ കുറച്ച് നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, അതും പൊടിയായി അരിഞ്ഞു വയ്ക്കാം. മല്ലിയില വേണമെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില എടുത്തിട്ടില്ല. സാധാരണ ബജ്ജിക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ അല്പം വ്യത്യസ്തമായ ഒരു ബാറ്ററാണ് നമുക്കിതിന് വേണ്ടത്. അതെന്താണെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് അരിപ്പൊടി. വറുത്ത അരിപ്പൊടിയാണ്. പത്തിരി, ഇടിയപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതും 1 ടീസ്പൂൺ ചേർക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട. ആദ്യം മിക്സ് ചെയ്ത് വരുമ്പോൾ നോക്കിയിട്ട് ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ബജ്ജിക്കൊക്കെ കടലമാവാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതൊരല്പം വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം വേണ്ടി വരുന്നുണ്ട്. ഇതുപോലെ ഒരു അല്പം തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കടലമാവ് പോലെ കട്ട കെട്ടുകയൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് ബാറ്റർ അല്പം കൂടുതലുണ്ട്. ഇനി ബാക്കി വന്നാൽ ചെയ്യാവുന്ന ഒരു പൊടിക്കൈ കൂടി പറയാം. അല്പം കൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ ഇതൊരു നല്ല ദോശമാവായി. ഇതുകൊണ്ടുണ്ടാക്കുന്ന ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ്. ബജ്ജി മാത്രം ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ പകുതി പൊടികൾ എടുത്താൽ മതി. ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒരു ഫൈനൽ മിക്സിങ്. ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ വെന്ത് ഞാൻ തോടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയും നമുക്ക് ഒരു 4 പീസായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു മുട്ടയിൽ നിന്ന് തന്നെ നമുക്ക് 4 ബജ്ജി ഉണ്ടാക്കാൻ പറ്റുമെന്നർത്ഥം. ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഞാൻ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് കുക്കിംഗ് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പീസും നമുക്കിതിലൊന്ന് കവർ ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മാവിൽ മുക്കുന്ന സമയത്ത് മഞ്ഞ സെപ്പറേറ്റ് ആയി പോകുമെന്നൊന്നും പേടിക്കണ്ട. പുറമേ കോട്ടിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് വിട്ടൊന്നും പോവില്ല. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ആ മാവൊന്ന് മൊരിഞ്ഞ് വരേണ്ട താമസമേ ഉള്ളൂ. തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലായിരിക്കണം. വല്ലാതെ കുറഞ്ഞു പോകരുത്, ഒരുപാട് ചൂട് കൂടുകയും ചെയ്യരുത്. അങ്ങനെ നമുക്ക് മാക്സിമം പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അരിപ്പൊടിയൊക്കെ ചേരുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബജ്ജി ആയിരിക്കും ഇത്. എന്നാൽ കടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ബജ്ജി റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമല്ലേ? ഇതിന് നമുക്കൊരു 15 മിനിറ്റ് നേരത്തെ പ്രിപ്പറേഷനേ ആവശ്യമുള്ളൂ. ബാക്കി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മുട്ട ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും മുട്ട ബജ്ജി ഇഷ്ടമാവാതിരിക്കില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടമാവും. ഫീഡ്ബാക്കും തരുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.